ഇറാന് പിടിച്ചു നിൽക്കുക എന്നുള്ളത് അത് അവർ സർവൈവ് ചെയ്തേ പറ്റുള്ളൂ, സർവൈവ് ചെയ്യുകയും ചെയ്യും. ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും നേരത്തെ മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതായത് യാതൊരു പ്രകോപനവുമില്ലാതെ ഇറാനെ അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഇഷ്യൂ. പക്ഷെ ഞാൻ അതിനെ വേറൊരു രീതിയിൽ കാണുന്നത്, ഇതിനൊരു പ്രകോപനമല്ല, ഇതൊരു സീരീസ് ഓഫ് കണ്ടിന്യൂറ്റിയാണ്. കാരണം ഒരു 1.5 വർഷം മുമ്പുള്ള ഒക്ടോബർ അറ്റാക്ക് ഉണ്ടല്ലോ പാലസ്തീന്റെ, ആ സമയത്ത് അന്ന് തന്നെ ഇസ്രയേൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ഇതിന്റെ മെയിൻ സൂത്രധാരകരെന്ന് പറയുന്ന ഇറാനാണ്, ഇറാന് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ആ സമയത്ത് നമ്മളും ചർച്ച ചെയ്തതാണ്, ഒരു പക്ഷേ ഇറാനെ ഇസ്രയേൽ അറ്റാക്ക് ചെയ്യും എന്നുള്ള രീതി വന്നു. പക്ഷെ ഇറാന് ആ ഒരു ലൈനിലോട്ട് ആ സമയത്ത് വരാതെ ഇസ്രയേല് അടുത്തുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും, പാലസ്തീൻ അല്ലെങ്കിൽ മറ്റുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷനുമായിട്ട് എൻഗേജ് ചെയ്ത് അവരുമായിട്ട് കൂടുതൽ ടൈം ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മൊസാദ് ആ സമയത്ത് തന്നെ ഇറാനിൽ അവരുടെ വർക്ക് തുടങ്ങിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് കറക്റ്റ് സമയത്ത് അവർ നല്ല രീതിയിൽ ഇൻഫിൽട്രേറ്റ് ചെയ്ത് ആരും ശ്രദ്ധിക്കപ്പെടാതെ അവര് പിൻ പോയിന്റ് ടാർഗറ്റ് ചെയ്ത് ആൾക്കാരെ അസാസിനേഷൻ ചെയ്ത് സയന്റിസ്റ്റ് 1, സയന്റിസ്റ്റ് 2, സയന്റിസ്റ്റ് 3 എന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ ആർമി ചീഫ് 1, ആർമി ചീഫ് ഓഫ് സ്റ്റാഫ്, അങ്ങനെ ആളുകളെ എണ്ണിപ്പറഞ്ഞ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യുവാൻ മൊസാദിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് 1 ദിവസം 2 ദിവസം കൊണ്ടല്ല, ഈ 1.5 വർഷത്തെ വർക്ക് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് തന്നെ അവര് ആ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് പിടിച്ചു നിൽക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്, അത് അതുപോലെ തന്നെ വരികയും ചെയ്യും. അമേരിക്ക ഈ ഒരു ജിമ്മിക്ക് കാണിച്ച്, അതായത് അവര് ഈ ന്യൂക്ലിയർ പോയിന്റിൽ അറ്റാക്ക് ചെയ്ത് ഇറാനെ നിരായുധീകരിക്കുക അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ അല്ലാതാക്കി തീർക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ലോകത്തിനുമുണ്ട്. പശ്ചിമേഷ്യയിൽ ഒരു കാരണവശാലും ഒരു ആണവ രാജ്യം അൺഒഫീഷ്യലായി ഉണ്ടാകാൻ ഇടവരരുതെന്നുള്ള ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഈ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതുവരെ ഇസ്രയേല് അമേരിക്കയുടെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് ഇറാനെ അറ്റാക്ക് ചെയ്തുവെങ്കിൽ ഇപ്പോൾ US, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു, US ആണ്. ഇപ്പോൾ US ഡയറക്റ്റ് ആയിട്ടും പിൻ പോയിന്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തു. ഇനിയും കൂടുതൽ അറ്റാക്കുകൾ ഉണ്ടാകും എന്ന് പറയുന്നു. പക്ഷെ ഞാൻ വീണ്ടും ഭയപ്പെടുന്നത്, കാരണം ആയത്തുള്ള ഖുമേനിയുടെ ലൈഫ് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മൊസാദ് എന്ന് പറയുന്ന ഒരു വളരെ എന്താ പറയുക, ഭീകരമായ അല്ല എന്നുണ്ടെങ്കിൽ ടാലന്റഡ് ആയിട്ടുള്ള അല്ലെ പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരു ഇന്റലിജൻസ് നെറ്റ്വർക്കാണ്. ആ ഒരു ഏജൻസി ആണ് പറയുന്നത് അടുത്ത ഞങ്ങളുടെ എയിം എന്ന് പറയുന്നത് ആയത്തുള്ള ഖുമേനിയാണ്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നമ്മൾ ഒരു പക്ഷെ ഇന്നലെ നാളെ സംഭവിച്ചു കൂടാഴികയില്ല എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതിന്റെ ഒരു പ്രതിഫലനം എന്നോണം ആവണം ആയത്തുള്ള ഖമേനി തന്റെ പിൻഗാമിയെ തന്നെ ബങ്കറിൽ ഇരുന്നുകൊണ്ട് തീരുമാനിച്ചു എന്ന് തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. മകനെ അല്ല പിൻഗാമി ആക്കിയിരിക്കേണ്ടത് കാണേണ്ടിയിരിക്കുന്നു. കാര്യം മകനെ ആക്കാതിരുന്നത് ഒരുപക്ഷെ ഭയപ്പെട്ടുകൊണ്ടാവാം ഇവരൊരു പക്ഷെ മകനെ പോലും അപായപ്പെട്ടുകൂടാഴികയില്ല. അപ്പൊ ആ ഒരു കാരണം വെച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ലൈനിലുള്ള അറ്റാക്കുകൾ മുന്നോട്ട് പോകുന്നത്. US സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഈ ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണിത്. ഇസ്രയേലിന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ആ ഒരു ആംഗിളാണ്. വെസ്റ്റ് ഏഷ്യയിലെ അവരുടെ ബേസ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് എന്ന് പറയുന്ന ആ ഇസ്രയേല്, അതുപോലെ തന്നെ അവരുടെ വർഷങ്ങളായിട്ടുള്ള ആ ഒരു ഡീപ്പ് റൂട്ടഡ് റിലേഷൻസ്. അപ്പം അത് വെച്ചിട്ടാണ് ഈ US ഇപ്പോഴത്തെ ആ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത്. പക്ഷെ ഇത് ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് ഒരു എസ്കലേറ്റ് ചെയ്ത് പോകും എന്നുള്ള ഒരു രീതിയിലില്ല. US വീണ്ടും അറ്റാക്ക് ചെയ്തെന്ന് വരാം. ഒരു പ്രാവശ്യം കൂടി പിൻ പോയിന്റ് ചെയ്ത് ന്യൂക്ലിയർ എസ്റ്റാബ്ലിഷ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അവരുടെ സ്റ്റോറേജ് ഉണ്ടെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ശ്രമിക്കും. അതോടെ ആ പ്രശ്നം കുറച്ച് തീരും. പിന്നെ താൽക്കാലികമായിട്ടൊരു ശാന്തത ഉണ്ടാവും. പക്ഷെ ഈ ജന്മശത്രുക്കളായിട്ടുള്ള ഈ ഇറാനും ഇസ്രയേലും എന്നുള്ളത് ഒരു കാരണവശാലും അവർ ഒന്നാകും അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം പെർമനന്റ് ആയിട്ട് സോൾവ് ആകും എന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ വയ്യ. ഇത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പ്രശ്നം കെട്ടടങ്ങും. ആ ഒരു രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇറാൻ മാക്സിമം
അവരുടെ ഓരോ രാജ്യത്തിന്റെയും ജനരോഷവും ജനങ്ങളുടെ വികാരവും ദേശീയതയും മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഇസ്രയേലിനെ കുറച്ചുകൂടി അറ്റാക്ക് ചെയ്യും ത്രൂ മിസൈൽസ്. അതും ICBM ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ വെച്ചിട്ട് അവർ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 10 to 15% ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്, ഉണ്ടാവുന്നുമുണ്ട്. അപ്പം അത് ബിക്കോസ് ഓഫ് വെസ്റ്റേൺ മീഡിയ ഇൻഫ്ലുവൻസ് ആൻഡ് ഓൾ നമുക്ക് ഇസ്രയേലിൽ എന്തൊക്കെ കാഷ്വാലിറ്റീസ് ഉണ്ടാവുന്നുണ്ടെന്നുള്ളത് എക്സാക്ട് പിക്ചേഴ്സ് വെളിയിൽ വരുന്നില്ല എന്നൊരു അപവാദം കൂടിയുണ്ട്. നേരെ മറിച്ച് ഇറാനിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതിനെ പെരുപ്പിച്ച് കാണിച്ച് കാര്യങ്ങൾ വെളിയിൽ വരുന്നുണ്ട് എന്നുള്ളൊരു അഭിപ്രായവുമുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു വൺ മാൻ ഷോ കാണിക്കുന്നത് ട്രംപാണ്. ട്രംപ് വീണ്ടും 2 ആഴ്ച ഒരു 3 days പ്രയർ പറഞ്ഞല്ലോ 2 ആഴ്ച വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിന്റെ കാരണം ഇത് തന്നെയാണ്. ട്രംപിന് ഒരു ഏകാധിപതി ആവണം, ലോകത്തിന്റെ മെയിൻ നേതാവാവണം. അതുപോലെ ലോകരാഷ്ട്രങ്ങളെല്ലാം ട്രംപിനോട് അപ്പീൽ ചെയ്യണം, അങ്ങ് ദയവായി ഇടപെട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർത്തു തരണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഇമേജിലാണ് ട്രംപ് ഒരു ലോക നേതാവെന്നുള്ള രീതിയിൽ ഞാനല്ലാതെ വേറെ ആരുമില്ല. അത് തന്നെയാണ് വേണ്ടയിടത്തും വേണ്ടാത്തടത്തും ട്രംപ് ഇടപെടുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടന്ന സാഹചര്യത്തിൽ നമ്മൾ അത് തന്നെയായിരുന്നു കണ്ടിരുന്നത്. അതായത് ഞാനുണ്ട് എന്ന് കാണിക്കുവാൻ, അതായത് ഇന്ത്യ ഗവൺമെന്റ് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു ട്രംപിന് യാതൊരു റോളും ഇല്ല, ഞങ്ങൾ സംസാരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഞാനും ഉണ്ടായിരുന്നു, എനിക്ക് നോബൽ പ്രൈസ്, അതാണ് അയാളുടെ ഉദ്ദേശം എന്നാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. കാര്യം അദ്ദേഹം സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ആ ഒരു ന്യൂക്ലിയർ ഫ്ലാഷ് പോയിന്റ് അവരൊരു അറ്റാക്ക് ഉണ്ടാവുന്ന ഞാൻ മീഡിയേറ്റ് ചെയ്ത് ഇല്ലായ്മ ചെയ്തു, അതുപോലെ ആഫ്രിക്കൻ കോങ്കോയിൽ ഇടപെട്ടു, അതുപോലെ മറ്റുള്ള ഉക്രൈനിൽ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞ് വളരെ വേണ്ടാത്ത രീതിയിലുള്ള വിടുവായിത്തം പറഞ്ഞ് അത് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ അറ്റാക്ക് അല്ല, ഇറ്റ് ഈസ് ബേസിക്കലി US സ്പോൺസേർഡ് ഇറാൻ അറ്റാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയെ പറ്റുള്ളൂ. അതായത് US-ന്റെ സ്പോൺസർഷിപ്പോട് കൂടി ഇസ്രയേൽ ചെയ്യുന്നു എന്നുള്ള കാര്യമേ ഉള്ളൂ. അപ്പൊ ഇസ്രയേലിന് വേണ്ട എല്ലാവിധ സഹായങ്ങളും അവർ ഇതായിട്ട് ചെയ്യുന്നു. ഇപ്പം അതായത് ഈ ഒരു പോയിന്റ് മാത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇസ്രയേലിന് US കൊടുത്തില്ല, ബങ്കർ ബസ്റ്റർ. അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇസ്രയേലിന് ഇതിനു മുമ്പുള്ള അനുഭവം വെച്ചിട്ട് ഇസ്രയേലിന് US-ൽ നിന്ന് ഈ ബങ്കർ ബസ്റ്റർ കിട്ടിയാൽ അവിടെ മാത്രമല്ല ഉപയോഗിക്കുന്നത്, ചിലപ്പോൾ മറ്റു പലയിടത്തും അത് ഉപയോഗിച്ചാൽ അത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ബുദ്ധിപരമായിട്ട് കണ്ടതുകൊണ്ടാണ് US പറഞ്ഞ് ഇസ്രയേലിന് ഏതായാലും ബങ്കർ ബസ്റ്റർ കൊടുക്കേണ്ട, നിങ്ങൾ ചെയ്യേണ്ട പണി ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് US ഡയറക്റ്റ് ആയിട്ട് ബങ്കർ ബസ്റ്റർ കൊണ്ട് ആ സംശയമുള്ള പോയിന്റുകളിൽ അവര് യുറേനിയം അല്ലെങ്കിൽ ന്യൂക്ലിയർ എസ്റ്റാബ്ലിഷ്മെന്റ് ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന രീതിയിൽ മാത്രം നമ്മൾ കണ്ടാൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇസ്രയേലിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുമായിരുന്നു. ആ ഒരു രീതിയിലാണ് നമ്മളിത് കാണേണ്ടത്. ഇത് വീണ്ടും വളരെ വലിയ രീതിയിൽ എസ്കലേറ്റ് ചെയ്ത് പോകാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഇറാൻ അത്രയും വലിയ മണ്ടത്തരം കാണിക്കൂല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ ഈ സദ്ദാം ഹുസൈന്റെ ഒക്കെ മോഡൽ ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇറാന് ചുറ്റും കിടക്കുന്ന അമേരിക്കൻ സഖ്യകക്ഷികൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന, അല്ലെ അമേരിക്കയോട് അതീവ താല്പര്യമുള്ള രാജ്യങ്ങൾ, അമേരിക്കയുടെ സോൾജിയേഴ്സും അതുപോലെ തന്നെ അവരുടെ ബേസും അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റ്സും ഒക്കെ ഒരുപാടുള്ള നെയ്ബേഴ്സ് ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അവരെ ഒന്ന് തോണ്ടുന്നതിന് പകരം ഡയറക്റ്റ് ഈ 2000 കിലോമീറ്റർ ദൂരെയുള്ള ഇസ്രയേലിനെ തന്നെ മാത്രം എയിം ചെയ്ത് കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് വിടുന്നത് അവരുടെ ആ ഒരു ഉദ്ദേശം വളരെ സ്പഷ്ടമാണ്. ഇത് ആ ഒരു ആംഗിളിലോട്ട് പോകത്തില്ല എന്നുള്ളത് നമ്മൾ വീണ്ടും കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഈ ഒരു എസ്കലേഷൻ അല്ലെങ്കിൽ ഈ ടെൻഷൻ എന്ന് പറയുന്ന ഈ റീജിയണിലെ ടെൻഷൻ ഓഫ് കോഴ്സ് യുദ്ധമാണ്. അത് ഒരു കാരണവശാലും അത് ഈ സാമ്പത്തികമായിട്ട് ആ 2 രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരെ വളരെയധികം ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയും US-ഉമാണ്. ഇന്ത്യക്ക് ഇസ്രയേലും വളരെ നല്ല ബന്ധമാണ്, അതുപോലെ ഇറാനും നല്ല ബന്ധമാണ്. ഇറാനുമായിട്ട് വളരെയധികം ഇത്രയും ഡീപ്പ് റൂട്ടഡ് ട്രേഡ് റിലേഷൻസ് ഉള്ള ഒരു രാജ്യം വേറെ ഇല്ല. അതുപോലെ തന്നെ ഇസ്രയേൽ എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കട്ട ചങ്കാണെന്നോ എന്തെങ്കിലും പറഞ്ഞു കൂട്ടും. കാര്യം 62-ല് ഇന്ത്യ വളരെയധികം ശ്വാസം മുട്ടി നിന്ന ഒരു സമയമുണ്ടായിരുന്നു. ചൈനയുമായിട്ട് ഒരു വെപ്പൺ ഷോർട്ടേജ് വന്നു. ആ സമയത്ത് ഒരു ഷിപ്പിലാണ് കംപ്ലീറ്റ് ലേറ്റസ്റ്റ് വെപ്പൺസ് ഇസ്രയേലിൽ സപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇന്ത്യക്ക് ഏത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇന്നേ വരെ യാതൊരുവിധ പ്രൊവോക്കേഷനും ഇല്ലാതെ കണ്ണുമടച്ച്
സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു രാജ്യം ഇസ്രായേലാണ്. അപ്പം ആ ഒരു റിലേഷൻ ഫോർഗോ ചെയ്ത് നമുക്ക് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ട്രേഡ് ഡെവലപ്മെന്റ്സ് വരുമ്പോൾ ഇറാനുമായിട്ടുണ്ടാക്കിയിട്ടുള്ള എല്ലാവിധ ഓയിൽ റിലേഷൻസ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് റിലേഷൻഷിപ്പ്, അതുപോലെ ഷിപ്പ് ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്, തുറമുഖങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു രണ്ടും കൂടി നോക്കുമ്പോൾ നമുക്ക് ആരെ തള്ളാനും ആരെ കൊള്ളാനും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് യു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു എസിന് ഇസ്രയേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് എന്നാ പറയുക, ഒരു മറ്റുള്ള രാജ്യങ്ങളുടെ മാതിരിയല്ല, ഇറ്റ്സ് എ പാർട്ട് വേണമെന്ന് നിങ്ങൾക്ക് പറയാം. യു എസിന്റെ ഒരു പാർട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഇസ്രയേലിനെ കൊണ്ട് നടക്കുന്നത്. അതുപോലെ യു എസിന് ഇറാനും ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു ജിയോഗ്രഫിക്കൽ ബാലൻസിങ് വരുമ്പോൾ ഇത് തന്നെത്താനെ ഒരു വിത്തിൻ 1 വീക്ക് സ്റ്റാൻഡ് ഡൗൺ ആകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.